വിഷയത്തിൽ മന്ത്രി ജി.ആർ. അനിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. തത്സമയം കമ്പനികളിലൂടെ വിതരണം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. IT പാർക്കുകളിൽ അതുപോലെ വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൂടുതൽ തൊഴിലാളികൾ ഒരുമിച്ച് പണിയെടുക്കുന്ന കേന്ദ്രങ്ങളിൽ അവിടെ എല്ലാം തന്നെ ഉള്ള ക്യാൻറ്റീനുകൾക്ക് തടസ്സം വരാത്ത തരത്തിൽ ഒരു നിലപാടാണ് ഇന്നലത്തെ യോഗത്തിൽ ചർച്ചയിലുണ്ടായിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ മണ്ണെണ്ണ ഉപയോഗം നമ്മൾ കുറച്ച് കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ മാസം ഈ മാസത്തെ അലോട്ട്മെന്റ് ഒരു ലിറ്ററായി വർദ്ധിപ്പിച്ച് കൊടുക്കുകയാണ്. അത് നമുക്ക് കൂടുതൽ മണ്ണെണ്ണ ലഭ്യമാക്കിക്കൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി അനുവദിച്ച് മണ്ണെണ്ണ ഉപയോഗിച്ച് പാചകം ചെയ്യാൻ താല്പര്യമുള്ള കുടുംബങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സമീപനം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തീരുമാനിക്കുകയുണ്ടായി. അത് ഈ അടുത്ത ഇന്നോ നാളെയോ മുതൽ എഫക്റ്റ് ആക്കുന്ന തരത്തിലുള്ള നടപടിയിലേക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി. നാലാമത്തെ കാര്യം ഇതിന്റെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളാണ്. എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ കളക്ടറും റവന്യൂ ഉദ്യോഗസ്ഥരും സിവിൽ സപ്ലൈസിലെ ഉദ്യോഗസ്ഥരും ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥരും പോലീസ് ഉൾപ്പെടെയുള്ള ടീം അതിന്റെ പരിശോധനകൾ കർശനമാക്കി ഇത്തരം സാഹചര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും ഒഴിവാക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങണമെന്നും ഇന്നലത്തെ യോഗം തീരുമാനിക്കുകയുണ്ടായി. മന്ത്രി വ്യക്തമാക്കുന്നത് ഈ മണ്ണെണ്ണ ഉപയോഗിച്ചുകൊണ്ടുള്ള പാചകം അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കും എന്നുള്ളതൊക്കെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. നമുക്കൊപ്പം സാരംഗ് സുധാകരൻ കൂടി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സാരംഗ്, തിരുവനന്തപുരത്തെ സാഹചര്യം എന്താണ് ഇപ്പോൾ? ഉന്നത അധികാരികളിൽ നിന്ന് വ്യക്തമാകുന്നത് മണ്ണെണ്ണ ഉപയോഗിച്ചുള്ള പാചകം കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ അവർ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഹോട്ടലുകൾ അത്തരത്തിലുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ടോ? കുറച്ച് ദിവസങ്ങളായി തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് പാചകവാതക സിലിണ്ടറുകൾ, LPG സിലിണ്ടറുകളുടെ ലഭ്യത വളരെ കുറവാവുകയാണ്. വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലൊക്കെ ഇപ്പോൾ പല ഹോട്ടലുകളും വിറകടുപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. മണ്ണെണ്ണ ഉപയോഗിച്ചുള്ള പാചകം അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു സർക്കാർ എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പല ഹോട്ടലുകളും അടച്ചുപൂട്ടേണ്ട സാഹചര്യത്തിലേക്ക് വരെ വരുന്നുണ്ട്. ചെറിയ ഹോട്ടലുകളടക്കം അടച്ചുപൂട്ടൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നു. ജോലി നഷ്ടമാകുമോ എന്നുള്ള പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ പ്രതിസന്ധി എപ്പോഴത്തേക്ക് പരിഹരിക്കാനാകും എന്നുള്ളതാണ് മറ്റൊരു വലിയ ചോദ്യമായി അവിടെ നിലനിൽക്കുന്നത്. പല ഹോട്ടലുകളും വിറകടുപ്പിലേക്ക് മാറുന്നു. കേന്ദ്രം ഇതിനുള്ള പല ബദൽ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം സ്വീകാര്യമാണ്, അത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളതൊക്കെ വലിയ ചോദ്യമായി അവിടെ നിലനിൽക്കുകയാണ്. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, തിരുവനന്തപുരത്തെ നിലവിലെ ഒരു സാഹചര്യം എന്താണ്? നിലവിലെ സാഹചര്യം ഇന്ന് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കൂടുതൽ തട്ടുകടകളടക്കമുള്ള സ്ഥാപനങ്ങളാണ് കൂടുതലായി പ്രവർത്തിക്കുന്നത്. നഗരത്തിലടക്കം കൂടുതലായി അത്തരത്തിലുള്ള ചെറിയ കടകളാണ്. അവിടങ്ങളെല്ലാം അടച്ചുവരേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല ഹോട്ടലുകളിൽ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റങ്ങൾ കുറക്കുക, അതായത് പലഹാരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഊണടക്കമുള്ള പല സംഭവങ്ങൾ കുറയ്ക്കുക എന്നതാണ് ഇപ്പോൾ ഹോട്ടലുകൾ പിന്തുടരുന്ന ഒരു രീതി. കാരണം ഊണടക്കമുള്ള പല വിഭവങ്ങളടക്കം തയ്യാറാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനുള്ള ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടടക്കം ആ ഐറ്റങ്ങൾ കുറയ്ക്കുക. ഒപ്പം തന്നെ ചൂടുവെള്ളം ഇപ്പോൾ പല ഹോട്ടലുകളും നൽകുന്നില്ല, ഫിൽട്ടർ വെള്ളമാണ് നൽകുന്നത്. അങ്ങനെ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഒരു രീതിയാണ് ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം പോലെ തന്നെ ഈ ഒരു ഗ്യാസ് വളരെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് ഹോട്ടലിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് ഹോട്ടലുടമ. ഇപ്പോൾ മന്ത്രി ജി.ആർ. അനിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മണ്ണെണ്ണ ഉപയോഗിച്ചുള്ള പാചകത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നുള്ളതാണ്. അത് ഹോട്ടലുകൾ അത് എത്രത്തോളം ആ മാർഗം സ്വീകരിക്കുമെന്നുള്ളതും വലിയൊരു ചോദ്യമായി അവിടെ നിലനിൽക്കുകയല്ലേ? തീർച്ചയായും. കാരണം മണ്ണെണ്ണ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു പാചകം എന്ന് പറയുന്നത് അതിനുള്ള രീതിയിലുള്ള അടുക്കളയടക്കം സജ്ജീകരിക്കേണ്ടതുണ്ട്. കാരണം ഗ്യാസിനെ മാത്രം അവലംബിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഹോട്ടലുകളായിക്കോട്ടെ തട്ടുകടകളായിക്കോട്ടെ അവിടങ്ങളിലെല്ലാം ഈ ഒരു ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നത്. അതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മണ്ണെണ്ണയിലേക്കും വിറകടുപ്പിലേക്കും മാറുക എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പാചകത്തിലെ മാറ്റം ഈ തൊഴിലാളികൾക്ക് മാറ്റം അംഗീകരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈ ഒരു രുചി നിലനിർത്തുക എന്നടക്കമുള്ള വലിയ വസ്തുതകൾ നിലനിൽക്കുന്നുണ്ട്. അതടക്കം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പാചകത്തിലെ മാറ്റങ്ങളടക്കം ഈ പാചക തൊഴിലാളികളടക്കം അതുമായി ബന്ധപ്പെട്ടടക്കം മാറി വരേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിലടക്കം പറയുമ്പോൾ വളരെ എളുപ്പമാണെങ്കിൽ പോലും മണ്ണെണ്ണ അടുപ്പിലേക്കും ഒപ്പം വിറകടുപ്പിലേക്കും മാറുക എന്ന് പറയുന്ന നിലവിലെ സാഹചര്യത്തിൽ പുതിയ തലമുറയിലെ പാചകക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഹോട്ടൽ ഉടമകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഐറ്റങ്ങൾ കുറച്ചും ഒപ്പം
ഈ മറ്റ് പലഹാരങ്ങളുടെ അടക്കം എണ്ണം കുറച്ചുകൊണ്ടും കുറച്ച് ദിവസം കൂടി മുന്നോട്ട് പോകുക, അതിനുശേഷം ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് നിലവിലുള്ളത്. പക്ഷേ മറ്റുള്ള ഹോട്ടലുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഈ ഒരു തട്ടുകടകൾ പോലെയുള്ള ഈ ഒരു ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടച്ചിടേണ്ട സാഹചര്യമാണ്. നിരവധി ഹോട്ടലുകൾ നിലവിൽ തന്നെ കഴക്കൂട്ടം മേഖലയിൽ അടക്കം അടഞ്ഞു കിടക്കുകയാണ്. കാരണം മറ്റു വഴികളില്ല മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്. മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഹോട്ടലുകൾ അധികവും വാടക കെട്ടിടത്തിലായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക. അവിടങ്ങളിൽ ഈ ഒരു വിറകടുപ്പോ അല്ലെങ്കിൽ മണ്ണെണ്ണ അടുപ്പോ സജ്ജീകരിക്കേണ്ട ഒരു സമയം അടക്കം ഇതായി വരേണ്ടതുണ്ട്. മാത്രമല്ല സ്വന്തം കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ വളരെ കുറവുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി വലിയ രൂക്ഷമാണ്. ഹോട്ടൽ മേഖലകളെ ഇത് ബാധിക്കുമ്പോൾ അതിനൊപ്പം തന്നെ PG കളെ അടക്കം, അതായത് തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ എന്ന് പറയുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, അതിനൊപ്പം തന്നെ മറ്റ് പ്രൈവറ്റ് ടെക്നോ പാർക്ക് പോലെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അവരെല്ലാം ഈ ഒരു സമീപിക്കുന്നത് പ്രധാനമായിട്ടും ഈ ഒരു PG കളെയാണ്. PG കളിൽ പ്രധാനമായും താമസവും ഒപ്പം തന്നെ ഭക്ഷണ സൗകര്യവും ഒരുമിച്ച് നൽകുന്ന PG കളിൽ ഗ്യാസ് ലഭ്യത കുറയുമ്പോൾ അവിടെ ഭക്ഷണം ഇല്ലാതെയാകുന്നു, അവർക്ക് പുറമേ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാതെയാകുന്നു. ഇൻഫോസിസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഈ ഒരു മെസ്സുകളുടെ അടക്കം പ്രവർത്തനം പ്രതിസന്ധിയിലായിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇത് ഗ്യാസ് എന്ന വിഷയം വലിയ രീതിയിൽ മറ്റ് മേഖലകളിലേക്ക് അടക്കം പ്രവർത്തിക്കും, അതുകൊണ്ട് തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമായ രീതിയിൽ സമ്പദ്ഘടനയും ഒപ്പം തന്നെ സാമൂഹ്യ വ്യവസ്ഥയെ തന്നെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയുമുണ്ട്. അനുശ്രീ, ശരി, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ LPG പ്രതിസന്ധി വലിയ രൂക്ഷമായി തന്നെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. മണ്ണെണ്ണയിലേക്കും അല്ലെങ്കിൽ വിറകടുപ്പിലേക്കുമൊക്കെ മാറുക എന്നുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഹോട്ടലുകൾക്കടക്കം ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.